അശ്വന്ത് കോക്ക്, നിങ്ങൾ എപ്പോഴാണ് ആ വീഡിയോ ഇടുക, അല്ലെങ്കിൽ ആ വീഡിയോ ഇടാൻ പോകുമ്പോൾ അശ്വന്ത് കോക്ക് പുറത്തു പോയിട്ട് നാരങ്ങാമാലയൊക്കെ വാങ്ങിക്കും എന്നുള്ള ട്രോളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ചർച്ചയിലോട്ട് കയറുന്നത്. ഈ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല, പക്ഷെ പടം കാണുകയും ചെയ്തു. എന്തായാലും എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങളുടെ പ്രേക്ഷകരും കൂടെ നോക്കിയിരിക്കുന്നുണ്ടാവും ഏത് തരത്തിലാണെന്നുള്ളത്. ഈഷാൻ പറഞ്ഞതുപോലെ ചന്ദനക്കടത്ത് കാണാൻ പോയിട്ട് ചന്ദനമഴയായി പോയി പുഷ്പ 2, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതെ, ആ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാണ്, അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് നമ്മളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ റെഡിയാണ്. പിന്നെ ഈ ഷാൻ പറഞ്ഞ കാര്യം, സീരിയൽ എന്ന് പറയുന്നത് അത് വളരെ മെലോ ഡ്രാമ, അതുപോലെ തന്നെ ഈ ഫാമിലിയിലായിട്ടുള്ള ഇമോഷൻസ് അതിൽ വല്ലാതെ ഫോക്കസ്ഡ് ആയിപ്പോയി സെക്കൻഡ് ഹാഫിലും ടുവേർഡ്സ് ക്ലൈമാക്സിലും. അപ്പോഴീ പുഷ്പ എന്ന് പറയുന്ന ഒരു ഭീകരൻ ലാസ്റ്റ് ഇങ്ങനെ അവിടെ കിടന്ന് മോങ്ങാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് അത് സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മടിയാണ്. അപ്പോൾ തിയേറ്ററിലുള്ള റെസ്പോൺസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ ടുവേർഡ്സ് ക്ലൈമാക്സും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആസ് എ ഹോൾ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് പറഞ്ഞ പോലെ ഇനി ഒരു മൂന്നാം ഭാഗമൊക്കെ വരാനുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒളിപ്പിച്ചിരുന്നതാണോ, അതോ ഈ തെലുങ്ക് ആരാധകർക്ക് വേണ്ടിയിട്ട് അല്ലു അർജുൻ ഇവിടെ വന്ന ഒരു മലയാളം പാട്ട് പോലും ഉൾപ്പെടുത്തി അത് കുറച്ചുകൂടെ മലയാളം പ്രേക്ഷകർക്ക് അപ്പീലിംഗ് ആവേണ്ടതായിരുന്നു? അങ്ങനെ ആയില്ല, ഇത് പരിപൂർണ്ണ ഒരു തെലുങ്ക് ടേസ്റ്റ് പടമായി പോയി, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അതൊക്കെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നില്ല, അല്ലാതെ മലയാളത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. അത് ഇവിടെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി മാത്രം. ഇത് മൂന്നാം ഭാഗം നാലാം ഭാഗമൊക്കെ ഇറക്കാം, പക്ഷെ ഇതില് ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ വീക്കായി പോയി. ഫസ്റ്റ് പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന 2021 ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴേക്ക് പുഷ്പയുടെ ക്യാരക്ടർ തന്നെ ഭയങ്കര വീക്കായി പോയി. അതുപോലെ തന്നെ ഈ ഫഹദ് ഫാസിൽ ചെയ്ത ഈ ഷക്കാവത്ത് എന്ന് പറയുന്ന IPS ഓഫീസർ ഇതിലൊരു കോമഡിയായി പോയി. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസും ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറുമായിരുന്നു. അത് ഇതിലേക്ക് വന്ന സമയത്ത് ഇദ്ദേഹത്തെ ഒരു കോമാളിയാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഫഹദിന്റെ പെർഫോമൻസിന് കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന മീറ്റർ മൊത്തം മാറിപ്പോയി, അതിന്റെ ഗ്രാഫേ മാറിപ്പോയി. അങ്ങനെ വന്ന സമയത്ത് വളരെ ദാരുണമായ അവസ്ഥയായിരുന്നു. കാരണം ഫഹദിനെ പോലെ ഇത്രയും ഒരു മികച്ചൊരു നടൻ അല്ലു അർജുൻ്റെ സിനിമയിൽ പോയിട്ട് ഇങ്ങനെ കോമാളിത്തരം കാണിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു കോംബോ കോമഡിയാണ്, കോംബോ ഒരു കോമഡി പോലെയായി എന്നാണ് പറഞ്ഞത്, അങ്ങനെയാണ് തോന്നിയത് അല്ലേ? ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് മുമ്പ്, അതായത് ഫഹദ് അല്ലു കോംബോ അതൊരു കോമഡി പോലെയായിട്ട് തോന്നി. അല്ല, കോംബോ അല്ല, ആ ക്യാരക്ടർ അല്ല, കോമ്പിനേഷന്റെ പ്രശ്നമല്ല, ആ ക്യാരക്ടറിന്റെ ഗ്രാഫ് മാറിപ്പോയി. ആ ക്യാരക്ടർ എന്താണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പുഷ്പയ്ക്കകത്ത്, അതല്ല ഈ പുഷ്പയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഈ പുഷ്പയ്ക്കകത്ത് ആ ക്യാരക്ടറിന്റെ നേച്ചറേ മാറിപ്പോയി. ഈ ക്യാരക്ടർ ഒരു കോമഡി ആയിപ്പോയി. മറ്റേതിലൊരു ഭീകരനായിരുന്നു, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെയാണ് ലാൻഡ് ചെയ്യിപ്പിച്ചത് ഫഹദിനെ. ഇതിലേക്ക് വന്നപ്പോഴേക്കും അതിന് നേരെ വിപരീതമായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഫഹദ് ചെയ്തത് കൊണ്ടുള്ള നിരാശയാണ്, അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അശ്വന്ത്, ഞാൻ തിരികെ എത്താം.